ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിർണായകമായൊരു നടപടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കായി സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ശ്രീകോവിലിലെ ദ്വാരപാലക പാളി, കട്ടിളപ്പാളി എന്നിവയുടെ സാമ്പിളുകൾ അന്വേഷണ സംഘം ശേഖരിക്കുന്നതായിരിക്കും. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. കണ്ണൻ, നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? പൂജ, നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. SP ശശിധരൻ വിദഗ്ധരടക്കമുള്ള ആൾക്കാർ പഴക്കവും അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ പ്യൂരിറ്റി അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിനുവേണ്ടിയുള്ള വിദഗ്ധർ ഇന്നലെ തന്നെ സന്നിധാനത്തെത്തിയിരുന്നു. ഒരുമായിട്ടാണ് ഇപ്പോൾ SP ശശിധരൻ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നട അടച്ചിട്ടില്ല, നട അടയ്ക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്പസമയത്തിന്റെ നട അടയ്ക്കും. അതിനുശേഷം ഈ നടപടികൾ ആരംഭിക്കും. ഇന്ന് രാവിലെ തന്ത്രിയോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ നടപടി എത്രത്തോളം മുന്നോട്ട് പോകുന്നു, എത്ര സമയം എടുക്കുമെന്ന് തനിക്ക് അതിന് സാങ്കേതികത്വം അറിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അന്വേഷണം എത്രത്തോളം പോകുന്നു അത്രത്തോളം പോകട്ടെ, അവർക്ക് പരമാവധി സമയം നൽകുക, നൽകി അവർക്ക് ആ രേഖകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരം നൽകുക എന്നുള്ളത് തന്നെയാണ് ഒരു സമയകൃത്യത. നേരത്തെ പറഞ്ഞത് 1 മുതൽ 3 വരെ എന്നായിരുന്നു. പക്ഷേ ആ ഒരു സമയകൃത്യതയല്ല, അവർക്ക് ഇത്ര സമയം വേണം, അതേ സമയം ഇവിടെ നിന്ന് രേഖകൾ ശേഖരിക്കാൻ സാധിക്കും. അതിൽ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തുലാമാസ പൂജകളുടെ സമയത്താണ് ഇവിടെ ഈ ദ്വാരപാലക ശില്പത്തിന്റെ സ്വർണ്ണം പൂശിയ പാളികൾ സ്ഥാപിച്ചത്. ആ പാളികൾ എടുത്ത് അവയുടെ പരിശോധിക്കും, അവയുടെ സ്വർണത്തിന്റെ സാമ്പിളുകൾ ശേഖരിക്കും. ഒപ്പം തന്നെ കട്ടിളപ്പാളി ഇളക്കി അതിന്റെ സാമ്പിളുകൾ ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ശ്രീകോവിലിനോട് ചേർന്ന് അയ്യപ്പന്റെ ചരിത്രം ആലേഖനം ചെയ്ത ഒരു സ്വർണ്ണപ്പാളിയുണ്ട്. ആ പാളിയിൽ നിന്നുള്ള സ്വർണത്തിന്റെ സാമ്പിളുകളും ശേഖരിക്കും. അതായത് കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന അത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്കായിട്ട് സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്.